ഹായ് ഹലോ എല്ലാവർക്കും മനൂസ് വെജ് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദുബായ് സീരീസിൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഒരു നെല്ലിക്ക കാന്താരി കുടിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴുള്ള പോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്റർ കൂട്ടൻ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയും കാണാൻ പറ്റി. ഇന്ന് നമ്മൾ പോകുന്നത് പൂക്കളുടെ ലോകത്തേക്കാണെന്ന് പറയാം. ദുബായിലുള്ള മിറാക്കിൾ ഗാർഡനാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി ടിക്കറ്റ് എടുക്കുകയാണ്. 95 AED ആണ് ടിക്കറ്റ് പ്രൈസ്. ഇന്ന് നമ്മൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ വിസ്മയകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. പൂക്കളുടെയും ചെടികളുടെയും വർണ്ണശബലമായിട്ടുള്ള ഒരു വിസ്മയകരമായിട്ടുള്ള ലോകം തന്നെയാണ് ഇവിടെ. മൺഡേ ടു ഫ്രൈഡേ 9 AM to 9 PM, അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ 9 AM to 11 PM. ഇതാണ് ഇവിടുത്തെ ടൈമിങ്സ്. ദുബായിലെ വിൻ്റർ മന്ത്സിൽ മാത്രമേ മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആവാറുള്ളൂ. ഏകദേശം നവംബർ മുതൽ മാർച്ച് വരെ ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അത്യാവശ്യം നല്ല രീതിയിൽ നടന്ന് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഉള്ളിൽ ഇതുപോലെ ജ്യൂസ് ആയാലും സ്നാക്സ് ആയാലൊക്കെ നമുക്ക് പല സ്ഥലത്തും അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂറോളം നടന്ന് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ടയേർഡായി. അപ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ബാക്കി നടത്തം തുടങ്ങിയത്. ഇത് നടന്ന് കാണുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഗെയിംസൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. നമ്മുടെ മിറാക്കിൾ ഗാർഡൻ ഇങ്ങനെ വിശാലമായി പരന്ന് കിടക്കുന്നതാണ്. ഏകദേശം 2-3 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ മിനിമം വേണ്ടി വരും. ഏത് ഭാഗം എടുത്ത് നോക്കിയാലും നല്ല ഫോട്ടോസും റീൽസും എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ സമയം പോകുന്നത് അറിയില്ല. നടന്ന് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഷോപ്പിൽ കയറി. ഇതാവുമ്പോൾ ചെറിയ AC ഒക്കെ കിട്ടുന്നുണ്ട്. ആ ക്ഷീണമൊന്നും മാറിക്കിട്ടുകയും ചെയ്യും. എല്ലാം ഒന്ന് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഒരു പൊമഗ്രനേറ്റ് ജ്യൂസ് കൂടി വാങ്ങി കുടിച്ചു. വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. എവിടെ പോയാലും ഈ സ്വീറ്റ് കോൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടാറില്ല. അതും വാങ്ങി. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ എങ്ങനെയുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെയാവും അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സന്ദർശകർക്ക് വളരെ നല്ലൊരു കാഴ്ചാനുഭവം തരുന്ന ഒരു സ്ഥലം തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ എന്ന കാര്യത്തിലൊരു സംശയമില്ല. എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
പുറത്തുനിന്ന് ഒന്നുകൂടി നോക്കി മിറാക്കിൾ ഗാർഡനോടൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടാണ് നമ്മൾ പതുക്കെ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.